സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 ഏവർക്കും നമസ്കാരം. ഇരിങ്ങാലക്കുട ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന സുവർണത്തിൻ്റെ സമാപന പരമ്പര, ആഘോഷ പരമ്പര 14ാം ദിനത്തിലെത്തി നിൽക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷ പരമ്പര ഉണ്ണായി വാര്യരുടെ സങ്കല്പ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് നമുക്ക് ആരംഭിക്കാം. അതിനായി ശ്രീ ചിത്രനെ സാദരം ക്ഷണിക്കുന്നു. നന്ദി ചിത്രജൻ. അടുത്തതായി നോട്ടീസിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചതുപോലെ തന്നെ സംഗമഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക എന്ന വിഷയത്തെ അധികരിച്ച് ഈ ദേശത്തിൻ്റെ അനുഷ്ഠാന കലകളുടെ പാരമ്പര്യത്തിന് വലിയൊരു ചരിത്രമുണ്ട്. അത് രംഗകലകളുമായും വാദ്യകലകളുമായും മറ്റ് നാടൻ കലകളുമായും അനുഷ്ഠാനപരമായിട്ടുള്ള ബ്രാഹ്മണിപ്പാട്ട് പോലുള്ള കലാരൂപങ്ങൾ, ഇങ്ങനെ ഒരു നീണ്ട ഒരു ചരിത്രം ഈ സംഗമ ഗ്രാമത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ നാടിൻ്റെ സംസ്കൃതിയുടെ ഒരു ഉൾക്കാഴ്ച നേടുന്ന രീതിയിലുള്ള പ്രഭാഷണ പരമ്പരയും സമാന്തരമായി നളകഥകളുടെ ചിന്തനത്തോടൊപ്പം നടക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസത്തെ അനുഷ്ഠാനകല പാരമ്പര്യത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച നേടുവാൻ, ഇല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ദർശനം, ഇതെന്താണ് നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയുടെ ഭാഗം എന്നറിയാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളത് സന്ദീപ് മാരാരാണ്. സന്ദീപ് മാരാറിന് ഇവിടെ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. കാരണം തൃപ്പേക്കുളം അച്ഛന്മാരാരുടെ പേരക്കുട്ടി എന്നൊരൊറ്റ ലേബലിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള വിഷയത്തിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും ഒരു സഹൃദയൻ രംഗകലകളോടുള്ള ആസ്വാദകൻ എന്നീ നിലയിലും ചെണ്ട, ഇടയ്ക്ക, മറ്റുള്ള മരാവൃത്തികൾക്കപ്പുറത്ത് മറ്റു കലകളോടുമുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടുതൽ വെളിച്ചം വീശും, കൂടുതൽ ഉൾക്കാഴ്ച നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സാദരം ഈ ഒരു പ്രഭാഷണത്തിലേക്ക് കഥകളി ക്ലബിൻ്റെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ചെത്തി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. 5 പതിറ്റാണ്ട് പിന്നിടുന്ന ഇരിങ്ങാലക്കുട സാംസ്കാരിക മേഖലയിൽ പ്രഥമ സ്ഥാനം തന്നെ അലങ്കരിക്കുന്ന ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിന് 50 വർഷം പിന്നിടുന്ന ഈ വേളയിൽ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഒരു മനുഷ്യായുസ് 100 വയസ്സ് എന്നാണ് പറയുന്നത്. ഇന്ന് മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നില്ല. എന്നിരുന്നാലും മനുഷ്യായുസിൻ്റെ പകുതി 50 വയസ്സ് പിന്നിടുന്ന ഈ വേളയിൽ ഇതിനായി പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ
അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പൂർവസൂരികളായുള്ള എല്ലാ ഗുരുനാഥന്മാർക്കും നമസ്കാരവും അറിയിക്കുന്നു. സംഗമ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക, അനുഷ്ഠാന കലകൾ എന്ന വിഷയമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. എന്താണ് സംഗമഗ്രാമം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നു വരുന്ന അനവധി ചർച്ചകളിൽ നിന്ന് ഇവിടെയുള്ള എല്ലാവരും തന്നെ മനസ്സിലാക്കി കാണും. എന്നിരുന്നാലും അത് ഒന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് കിടക്കാമെന്ന് കരുതാം. പഴയ 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ, നമ്പൂതിരി ഗ്രാമങ്ങൾ എന്ന് പറയുന്നു ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ നിന്ന് 32 എണ്ണം കേരളത്തിലും ബാക്കി 32 എണ്ണം പുറത്തേക്കും കേരളത്തിന് പുറത്തുമായി സ്ഥിതി ചെയ്യുന്നു. അതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നൊരു പ്രദേശമാണ് ഇരിങ്ങാലക്കുട ഗ്രാമം. സംഗമ ഗ്രാമം എന്ന് നമ്മൾ പറയുന്നു. പഴയ ഇരിങ്ങാലക്കുട ഗ്രാമം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഇരിങ്ങാലക്കുട ടൗണോ മുനിസിപ്പാലിറ്റിയോ മാത്രമല്ല, അതിനപ്പുറം വളരെ വിശാലമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയ, പ്രാദേശികമായിട്ട് പരന്നു കിടക്കുന്ന അനവധി വേദികൾ, അനവധി സ്ഥലങ്ങൾ ഇതിനപ്പുറം ഉണ്ട്. ഏതൊരു നാടിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അവിടുത്തെ സംസ്കാരത്തെയാണ് നമ്മൾ ആദ്യം ഓർക്കുക. തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് തൃശ്ശൂർ പൂരമോ വടക്കുനാഥനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാവും. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ ഏതൊരു വ്യക്തിക്കും ഓർമ്മ പെട്ടെന്ന് വരുന്നത് തീർച്ചയായും ഇവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വളരെ അടുത്ത് കിടക്കുന്ന കൂടൽമാണിക്യം ക്ഷേത്രം തന്നെയാണ്. ഈ കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാലക്കുട, ഇന്നത്തെ നിലവിലെ കേരളത്തിലെ ഇരിങ്ങാലക്കുട പ്രദേശത്തെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു വട്ടത്തിൽ ഒരു സർക്കിൾ, നമ്മൾ ഒരു വൃത്താകൃതി വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം വരും നമ്മുടെ ഈ പറയുന്ന ഇരിങ്ങാലക്കുട പ്രദേശം. പണ്ടത്തെ പഴയ 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ പ്രദേശം. നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കിഴക്കോട്ട് പോകണമെങ്കിൽ ചാലക്കുടി പുഴയ്ക്കിപ്പുറം ഉള്ള, ഞാൻ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചത് ഞാൻ അങ്ങനെ പറയണമെന്ന് മാത്രം. കൊടകര തുടങ്ങി, കൊടകര ഈ പുഴയ്ക്കിപ്പുറമുള്ള കൊടകര, ചാലക്കുടി, മാള, കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പുല്ലൂറ്റ്, കോണത്തുകുന്ന്, വെള്ളാങ്ങല്ലൂർ, പിന്നെ അങ്ങനെ പടിഞ്ഞാട്ട് പോകുമ്പോൾ മതിലകം, പെരിഞ്ഞനം, 3 പീടിക, കയ്പമംഗലം, എടമുട്ടം, തൃപ്രയാറ് ഭാഗങ്ങൾ, അതുപോലെ തന്നെ കാട്ടൂർ, അങ്ങനെ വടക്കേ വശത്തേക്ക് വരുമ്പോൾ കരുവന്നൂർ പുഴയ്ക്കിപ്പുറമുള്ള ഭാഗങ്ങൾ, മുരിയാട്, ആനന്ദപുരം, പിന്നെ തൊട്ടിപ്പാട്, രാപ്പാട്, നെടുമ്പാട്, അങ്ങനെയുള്ള പ്രദേശം കറങ്ങി വീണ്ടും കൊടകരയിലേക്ക് എത്തുമ്പോൾ ഈ കരുവന്നൂർ, ഞാൻ പറയുമ്പോൾ 2 പുഴയുടെ കാര്യം പറഞ്ഞു, ചാലക്കുടി പുഴയും കരുവന്നൂർ പുഴയും. ഈ 2 പുഴയും പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ രണ്ട് പുഴയുടെ നടുക്കുള്ള പ്രദേശമാണ് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഇന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശം, പഴയ പ്രദേശം. ചാൽ കൂടിയ സ്ഥലം പിന്നീട് ഭാവിയിൽ ഇരിഞ്ഞാലക്കുട എന്ന് പേര് ലോപിച്ചു എന്ന് പറയുന്നു. അതൊരു കാരണം മാത്രം, ഒരു കഥ മാത്രം. അതോടനുബന്ധിച്ച് വേറെയും കുറേ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും പ്രദേശമാണ് ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഴയ സംഗമ ഗ്രാമത്തിൻ്റെ പ്രദേശം. ഇവിടുത്തെ അനുഷ്ഠാന കലകളെ കുറിച്ചാണ് എനിക്ക് തന്നിട്ടുള്ള ഇന്നത്തെ വിഷയം. എന്താണ് കലകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതൊരു പ്രവൃത്തിയാണോ, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ നമുക്ക് സന്തോഷം തരുന്നത്, സന്തോഷം അതെങ്ങനെയായിരിക്കും, ഒരു ഉത്തേജനം തരുന്നത്, നൃത്തരൂപേണയാവാം, സംഗീത രൂപേണയാവാം, വാദ്യരൂപേണയാവാം, വരയ്ക്കുന്നതാവാം, ഏതൊരു പ്രവൃത്തിയാണോ നമുക്ക് സന്തോഷം തരുന്നത് അതിനെയാണ് നമ്മൾ കല എന്നുള്ള പറയുന്ന ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് അനുഷ്ഠാന കലയ്ക്ക് വരുന്നൊരു പ്രത്യേകത? ഇവയെല്ലാത്തിനോടൊപ്പം തന്നെ ഒരു എലിമെൻ്റ് കൂടെ നമ്മൾ ചേർക്കുമ്പോഴാണ് നൃത്തം, സംഗീതം, വാദ്യം, വര, ഇവ 4നോടൊപ്പം ഭക്തി അതല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നൊരു പ്രയോഗം കൂടി ചേരുമ്പോഴാണ് ഈ അനുഷ്ഠാനം എന്ന് പറയുന്ന ഒരു വാക്കിനൊരു പ്രത്യേകത വരുന്നത്, അല്ലെങ്കിൽ ഒരു ഈശ്വരീയത എന്ന് പറയാം. ഒരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ കഥകളി നമ്മൾ കാണുന്നു. നമുക്കറിയാം തിര താഴ്ത്തുമ്പോൾ, ഇപ്പോൾ സന്താനഗോപാലാണ് കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ തിര താഴ്ത്തുമ്പോൾ നമുക്കറിയാം കൃഷ്ണനും അർജുനും വേദിയിൽ അർജുനൻ്റെ പ്രവേശനം കാണുന്നു. നമുക്കറിയാം മുമ്പിലിരിക്കുന്ന വേഷം കൃഷ്ണനാണെന്ന് അറിഞ്ഞാലും നമ്മൾ ആ കൃഷ്ണനെ കണ്ട് തൊഴാറില്ല. നേരെ മറിച്ച്
അതൊരു മനുഷ്യനാണെന്ന് നമുക്കറിയാം, മനുഷ്യൻ കെട്ടിയിട്ടുള്ള ഒരു വേഷമാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ തൊഴില്ല. എന്നാൽ നേരെ മറിച്ച് അതേ മനുഷ്യൻ തന്നെ ഒരു വാളും കൊണ്ട് തുള്ളി വരാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടാൽ തൊഴും. അവിടെയാണ് ആ വ്യത്യാസം. അവിടെ ആ മനുഷ്യൻ നമ്മൾ ഭഗവതിയായിട്ട് കാണുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയുന്നു എന്ന് മാത്രം. വെറുതെ ഒരു കൃഷ്ണനെ ഒരു ഫോട്ടോ ഞാൻ വരച്ചിട്ട് ഇത് കൃഷ്ണനാണെന്ന് പറഞ്ഞ് കാണിച്ചാൽ നിങ്ങൾ ആരും തൊഴില്ല, അല്ലെങ്കിൽ ഒരു ഭഗവതിയാണെന്ന് പറഞ്ഞാൽ കാണിച്ചാൽ ആരും തൊഴില്ല. നേരെ മറിച്ച് അത് തന്നെ ഞാൻ ഒരു പൊടി കൊണ്ടൊരു കളമായിട്ട് വരച്ചാൽ അത് കാണുമ്പോൾ ഒരു വ്യക്തി തൊഴും. അവിടെയാണ് ഒരു വിശ്വാസം, ഈ കലയോടൊപ്പം വരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു പദം. ആ വിശ്വാസമാണ് ഈ അനുഷ്ഠാന കലകളുടെ ഏറ്റവും അടിസ്ഥാനപരമായി കിടക്കുന്ന ഒരു വിഷയം. എനിക്ക് ഈ വിഷയം തന്നപ്പോൾ ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് നമ്മുടെ കലാനിലയം രാഘവനാശാൻ്റെ മകള് ജയന്തി ചേച്ചിയായിട്ടാണ്. ജയന്തി ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു വിഷയം തന്നിട്ടുണ്ട്, ജയന്തി ചേച്ചിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, എവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ജയന്തി ചേച്ചി എന്നോട്, അതിൽ പല കലകൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇരിങ്ങാലക്കുട ഉണ്ടോ, ഞാൻ പുറത്ത് കണ്ടിട്ടുണ്ട്, ഇരിങ്ങാലക്കുട പ്രദേശത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ചേച്ചിയോട് ചോദിക്കാമെന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയോട് വിളിച്ചു വെച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സന്ദീപ്, ഒരു കാര്യം ഓർക്കണം, ഈ കലകളൊക്കെ തന്നെ ഇരിങ്ങാലക്കുട ഉണ്ട് എന്ന് കരുതി വേണം ഇത് തുടങ്ങാനായിട്ട്. കാരണം ഞാൻ പണ്ട് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ പോയിരുന്ന സമയത്ത് ഇരിങ്ങാലക്കുടയിൽ വളരെ റിമോട്ടായിട്ടുള്ള പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇവിടെയൊക്കെ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള കലകൾ അവതരിപ്പിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട, അതൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, ഉണ്ടാവണമെന്നും ഇല്ല, ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്നും പറഞ്ഞു. എന്തായാലും ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഒരു അന്വേഷണം നടത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. എനിക്ക് തന്നൊരു ലിസ്റ്റ് ഓഫ് കലകൾ നോക്കുമ്പോൾ അതൊക്കെ തന്നെ പലതും നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ ഈ കൂടമണിക്കമ്പലവുമായി ബന്ധപ്പെട്ടുള്ള അനവധി പ്രദേശങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. അത് വിട്ടിട്ടുള്ള ഈ പ്രാദേശികമായിട്ടുള്ള നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുള്ള 1-2 കലകളും കൂടി ഇതിലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണിപ്പാട്ട്, മുടിയേറ്റ്, അയ്യപ്പൻ തീയാട്ട്, അയ്യപ്പൻ പാട്ട്, കളമെഴുത്ത് പാട്ട്, സർപ്പം പാട്ട്, തോൽപ്പാവ കൂത്ത്, പിന്നെ പാടകം, പാന, അതിനെക്കുറിച്ചൊക്കെയാണ്. ബ്രാഹ്മണിപ്പാട്ട് എന്താണെന്നുള്ളത് ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേണ്ട ഒരാവശ്യമില്ല. മഹിഷമംഗലം കൃതി, അതല്ലെങ്കിൽ മഹിഷമംഗലം കൃതി എന്ന് നമ്മൾ ഇന്ന് പറയുന്നു. ചിലരതിനെ മഴമംഗലം കൃതി, മഴമംഗലം നാരായണ നമ്പൂതിരി എന്ന സംസ്കൃത പണ്ഡിതൻ രചിച്ചതാണെന്ന് പറയുന്നു. ഇത് അദ്ദേഹം തന്നെയാണോ ഇദ്ദേഹം എന്നുള്ളതിനും ഒരു തെളിവൊന്നുമില്ല. ഈ അനുഷ്ഠാന കലകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ഞാൻ നടത്തിയ അന്വേഷണങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ആരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കലാകാരനോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് എത്ര കാലത്തെ പഴക്കമുണ്ട് ഞാൻ ചോദിച്ചാൽ അവർ ആദ്യം പറയും എൻ്റെ അച്ഛൻ നടത്തിയിട്ടുണ്ട്, അച്ഛൻ്റെ അച്ഛൻ നടത്തിയിട്ടുണ്ട്, അവരുടെ അച്ഛൻ നടത്തിയിട്ടുണ്ട്. ഒരാൾക്കും ഒരു വ്യക്തമായിട്ട് ഇത്ര കാലമായിട്ടുണ്ട്, 200 കൊല്ലമായിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, അത് പോരാന്ന് പറയും. 300 കൊല്ലം ഉണ്ടോ, ഇതില്ല. 500 കൊല്ലം ഉണ്ടായി, അത് പോരാ. 700 ഉണ്ടോ, അതും പോരാ. 1000 ഉണ്ടോ വെച്ചാൽ 1000 പോരാ. പരശുരാമൻ കാലം മുതൽ ഉള്ളതാണ് എന്നുള്ള പോലെയാണ് പലപ്പോഴും. ഇതിനൊന്നും തന്നെ ഒരു ഒറിജിൻ ആർക്കും കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. ഇത്ര കാലത്തെ പഴക്കമുണ്ട് എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ സാധിച്ചിട്ടില്ല. ഈ ബ്രാഹ്മണിപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ബ്രാഹ്മണിപ്പാട്ടിനും ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉത്ഭവം നോക്കുമ്പോൾ ഒരു കൂട്ടർ പറയുന്നു പെരുവനം ഗ്രാമത്തിലാണെന്ന്, മറ്റൊരു കൂട്ടർ പറഞ്ഞു തിരുവൈരാണിക്കുളത്താണ് ഇത് തുടങ്ങിയതെന്ന്. ഇതിനും ഒരു വ്യക്തമായിട്ടുള്ള ഒരു തിരുവൈരാണിക്കുളമാണ് കുറച്ചുകൂടെ പലരും പറയാറുണ്ട് എന്നുണ്ടെങ്കിലും ഈ മഴമംഗലം നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹം പെരുവനം ഗ്രാമക്കാരനായതുകൊണ്ട് തന്നെ അവിടെ നിന്നാണെന്നുള്ളത് പറയുന്നത്. ഈ മഴമംഗലം നമ്പൂതിരി തന്നെയാണ് 5 പതിറ്റാണ്ട് മുമ്പ് പഞ്ചാരി മേളം, ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള പഞ്ചാരി മേളം പെരുവനം നടവഴിയിൽ ഊരകത്തമ്മ തിരുവടിക്ക് മുമ്പ് ആദ്യമായി അവതരിപ്പിക്കാൻ സഹായിച്ചത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ബ്രാഹ്മണിപ്പാട്ടിന് പുറമെ ദാരികവധം, കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ഭാഗം, നൈഷധം, ബാണയുധം. അതിൻ്റെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ നമ്മുടെ രമേശേട്ടൻ്റെ അമ്മയും ടീച്ചറും കൂടി അവതരിപ്പിച്ച് നമ്മൾ കേട്ടത് ദമയന്തി സ്വയംവരം എന്ന് പറയുന്ന ഭാഗം നൈഷധത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ അദ്ദേഹം വെറും ബ്രാഹ്മണിപ്പാട്ട് മാത്രമല്ല, അതല്ലാതെ തന്നെ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇതിനൊന്നും തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു രാഗമില്ല, ഒരു താളമില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു അനുഷ്ഠാന കലയാണ് താനും. വേണമെങ്കിൽ രാഗം വെച്ച് പാടാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ഇരിങ്ങാലക്കുടയിൽ എൻ്റെ ഓർമ്മയിൽ കാണുന്ന ആദ്യത്തെ ഒരു ബ്രാഹ്മണിപ്പാട്ടുമായി ബന്ധപ്പെട്ടുള്ളത് തീർച്ചയായും സാവിത്രി ബ്രാഹ്മണിയമ്മയാണ്.
അതിന് മുമ്പുള്ളവരെ എനിക്ക് അത്ര പരിചയമില്ല. പലരും സാവിത്രി ബ്രാഹ്മണിയമ്മയെ തന്നെയാവും കണ്ടിട്ടുണ്ടാവുക. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ബ്രാഹ്മണിയമ്മ പാടുന്നതും തിരുവാതിര കളിക്കായാലും എല്ലാവരും പാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പാട്ടിനെ കുറിച്ച് അത്യാവശ്യം ഗ്രാഹ്യമുള്ള ബ്രാഹ്മണിയമ്മ പോലും ബ്രാഹ്മണിപ്പാട്ട് പാടുമ്പോൾ ഒരു രാഗമൊന്നും വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ന രാഗത്തിലോ ഇന്ന താളത്തിലോ ഒന്നും അല്ല പാടാറ്. ഒരു കുട്ടിയോട് സ്കൂളിൽ പദ്യം ചെല്ലുന്ന പോലെ തന്നെയാണ് ചെല്ലാറ് എന്ന് മാത്രം. അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി, അത് തന്നെയാണ് അതിൻ്റെ ഒരു ചിട്ട, അതിൻ്റെ രീതിയും അത് തന്നെയാണ്. ബ്രാഹ്മണിയമ്മ ആണ് ഞാൻ കാണുന്നത്. അതിന് മുമ്പ് ബ്രാഹ്മണിയമ്മയെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഏറ്റുമാനൂർക്കാരിയായിട്ടുള്ള ബ്രാഹ്മണിയമ്മ പിന്നീട് വിവാഹം കഴിഞ്ഞ് 11 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 11 വയസ്സ് വരെ അവിടെ ബ്രാഹ്മണിപ്പാട്ട് പഠിച്ചു. പിന്നീട് 11 വയസ്സിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇരിങ്ങാലക്കുടയിൽ വന്ന് ബ്രാഹ്മണിപ്പാട്ട് പഠിക്കുകയും സ്വന്തം ഭർത്താവിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്, അവരും ഒരു ബ്രാഹ്മണപ്പാട്ട് കലാകാരിയായിരുന്നു. അപ്പോൾ അവരുടെ പേരെനിക്ക് വ്യക്തമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ആർക്കും പറയാൻ സാധിച്ചില്ല. അപ്പോൾ അവരുടെ പഠിച്ചു. ആ പാരമ്പര്യം ഇപ്പോഴും തുടർന്നു. നമ്മുടെ രമേശേട്ടൻ അമ്മ പത്മിനി ബ്രാഹ്മണിയമ്മ ഇന്ന് ഇപ്പോൾ ഉള്ള കലാകാരികളിൽ വെച്ച് ഏറ്റവും സീനിയറായിട്ടുള്ള നമ്മുടെ സാവിത്രി ബ്രാഹ്മണിയമ്മയ്ക്ക് ശേഷമുള്ള കലാകാരിയാണ്. അതുപോലെ അതിന് അവർ പഠിപ്പിച്ചെടുത്തിട്ടുള്ള കുറേ എന്താ പറയുക, സുധ ടീച്ചർ, നമ്മുടെ സരിത ചേച്ചി, സരിത കൃഷ്ണകുമാർ, അതുപോലെ തന്നെ ശീല ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് ഇന്നും ഈ കല കൊണ്ട് നടക്കുന്നു. എനിക്ക് എന്താ പറയുക, അതൊരു ഉപാസനയായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. അന്ന് ബ്രാഹ്മണിയമ്മ അവിടെ നിന്ന് പറഞ്ഞ കാര്യം, ഞങ്ങളെ വിവാഹം ചെയ്ത് വിടുമ്പോൾ ഒരു കിണ്ണവും പിശാങ്കത്തിയും ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ പെട്ടിയിൽ പുറത്തയക്കും. ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുണ്ടായി. അപ്പോൾ അതിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ കലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ആണ് നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ ക്രമം ഈ പറഞ്ഞ പോലെ തന്നെ ഗണപതി, സരസ്വതി, ശിവൻ, പാർവതി, അങ്ങനെ ഭദ്രകാളി, ദുർഗ എന്നിങ്ങനെ തന്നെയാണ്. അന്നിപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടതാണ് ഇവിടെ. ഇത് പല വേദികൾ, ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറിച്ച് മനകളിലും അവതരിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ചാണ് നടക്കുന്നത് എങ്കിൽ മനകളിൽ വേളി, അതുപോലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ അങ്ങനെ ഋതുമതികളാവുന്ന സമയത്തൊക്കെയാണ് ഇത് അവതരിപ്പിച്ച് പോരുന്നത്. പ്രധാനമായിട്ടും ഇരിങ്ങാലക്കുട ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ കുടമാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ പോലും കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ബ്രാഹ്മണിപ്പാട്ടിന് വളരെ ഒരു ചുരുങ്ങിയൊരു സമയം മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു കാഴ്ച ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒന്നാമത് ആരും അറിയില്ല എപ്പോഴാണ് അവിടെ ബ്രാഹ്മണിപ്പാട്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. ഭഗവാൻ കുടമാണിക്യ സ്വാമി രാവിലെ ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിച്ചാൽ അകത്ത് ദുർഗയ്ക്കാണ് ഉള്ളൂ, ഭദ്രകാളിക്ക് അപ്പോഴും ഇല്ല. ദുർഗയ്ക്ക് അകത്ത് കാവലിന് ദേവൻ പുറത്തേക്ക് കിടന്നാൽ നേദ്യം കൊടുത്ത് രണ്ടുപേരും കാവലിരുത്തുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് പാടുന്നത്. പക്ഷേ അപ്പോഴും ദുർഗയ്ക്കേ ഉള്ളൂ, മറ്റേ ഭദ്രകാളിക്ക് സങ്കല്പിച്ചൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഒരു പ്രത്യേകത ഉണ്ടോ ചോദിച്ചാൽ ചടങ്ങുണ്ട്, എന്നാൽ ബ്രാഹ്മണിപ്പാട്ടിനൊരു പ്രാധാന്യം അവിടെ വരുന്നുണ്ടോ ചോദിച്ചാൽ ഇത്തിരി കുറവ് തന്നെയാണ്. എന്നാൽ നേരെ മറിച്ച് മറ്റുള്ള വേദികൾ ഇരിങ്ങാലക്കുട ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും സംഗമഗ്രാമത്തിൻ്റെ ഇത്രയും വേദികളിൽ നോക്കുമ്പോൾ തൃപ്രയാർ മകേരം പുറപ്പാടിന് തേവർ പുറത്തേക്ക് എഴുന്നള്ളിയാൽ അന്നേ ദിവസം മണ്ഡപത്തിൽ വെച്ച് തന്നെയാണ് തേവർക്ക് ബ്രാഹ്മണിപ്പാട്ട്. അത് അവിടെയുള്ള ബ്രാഹ്മണിമാരാണ് പാടുന്നത്. തൊട്ടിപ്പാൾ പകൽപൂരത്തിന് ഞാൻ സാവിത്രി ബ്രാഹ്മണിയമ്മ പാടുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സരിത ചേച്ചിയാണ് നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുധ ടീച്ചറും അവരൊക്കെയാണ് പോകണമെന്നാണ് തോന്നുന്നത്. തൊട്ടിപ്പാൾ ഭഗവതിയെ കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. പലപ്പോഴും എന്തുകൊണ്ട് സംഗമഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ തൊട്ടിപ്പാളിനെ കുറിച്ച് പറയുന്നു എന്ന് ചിലർക്ക് ചോദിക്കാം. എന്ന് വെച്ചാൽ തൊട്ടിപ്പാൾ ഭഗവതി ഒരു പെരുവനം ഗ്രാമമായിട്ട് കണക്റ്റഡായിട്ടാണ് കൂടുതലും പറയാറ്. തൊട്ടിപ്പാൾ ഭഗവതി നിൽക്കുന്നത്, തൊട്ടിപ്പാൾ ഭഗവതിയുടെ വലത്തെ കാല് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലും ഇടത്തെ കാല് പെരുവനം ഗ്രാമത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനതിൽ തൊട്ടിപ്പാൾ കൂടി എഴുതി ചേർത്തത്. തൊട്ടിപ്പാൾ ബ്രാഹ്മണിയമ്മ പാട്ട് നടത്തുന്നത് ഇരിങ്ങാലക്കുടക്കാരാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പിന്നെ കാർളം കൊമറഞ്ചിറ കുംഭമാസത്തിലെ രേവതി അശ്വതി നാള്, പിന്നെ ഇപ്പോൾ ഈ മണ്ഡലകാലം അവസാനം 10-ാമത് മണ്ഡലം 41-ാം ദിവസം. അതുപോലെ പൊന്നനം ഭഗവതിക്ക് നമ്മുടെ ആറാട്ടുകടവിൽ തന്നെ, അവിടുത്തെ തന്നെ ക്ഷേത്രം ആറാട്ടുകടവിൽ ഉത്രം നാൾ എല്ലാ ദിവസവും ആറാട്ടുണ്ട്. ഉത്തര നാൾക്കുള്ള ആറാട്ടിന് ഭഗവതിക്ക് അവിടെ ബ്രാഹ്മണിപ്പാട്ടുണ്ട്. കൊടകര പുത്തൂക്കാവ് മകരം 10-ാം തീയതി ഉണ്ട്. പൂനിലാർക്കാവ് കാർത്തികയ്ക്കുണ്ട്. അതുപോലെ അഴകത്ത് നമ്മുടെ അയ്യങ്കാവ് ഭഗവതിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോ തോന്നുന്നു അയ്യങ്കാവിലും. അതുപോലെ കാട്ടൂർ അമ്പലത്തിൽ, അങ്ങനെ ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ക്ഷേത്രങ്ങളിൽ തന്നെ ഇതൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട്. എന്നാൽ മനകളിലാവട്ടെ
വേളിയോടനുബന്ധിച്ചാണ് നടക്കുന്നത്. അതും ഈ പറഞ്ഞ സാവിത്രി ബ്രാഹ്മണിയം അനവധി കാലം പോയിരുന്നു. ഇപ്പോൾ നമ്മുടെ പത്മിനി ബ്രാഹ്മണിയമൊക്കെ പോകുന്നുണ്ട്. നെടുമ്പള്ളി മനക്കിൽ, കിടങ്ങശ്ശേരി മനക്കിൽ, ചാലക്കുടി പടുതോൾ മനക്കിൽ, കൈമുക്ക് മനക്കിൽ, കാവനാട്ട് മനക്കിൽ, നഗർണി മനക്കിൽ, പാമ്പുമേക്കാട്ട്, അങ്ങനെ അനവധി മനകളിലും വേളിയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഋതുമതികളാവുമ്പോഴും നടത്തുന്നുണ്ട്. ഋതുമതികളായി അഥവാ അന്ന് നടത്താൻ 5-ാം ദിവസം പുണ്യാഹം കഴിഞ്ഞ് നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വേളിക്ക് മുമ്പ് എപ്പോഴെങ്കിലും നടത്തണം എന്നാണ്, അത് നടത്തി പോരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കലാരൂപമാണ് അത്. ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ അനവധി സ്ഥലങ്ങളിൽ വേദി അല്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ നടന്നു പോരുന്നു. എന്നാൽ അത് ചാലക്കുടി പുഴയ്ക്ക് അപ്പുറമാണ് അതിൻ്റെ കൂടുതൽ പ്രചാരം എന്ന് പറയാം. മുടിയേറ്റ് എന്ന് പറയുന്ന കലാരൂപം ഭദ്രകാളിക്ക് ഏറ്റവും താല്പര്യം, ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലാരൂപമാണ് മുടിയേറ്റ്. അത് ക്ഷേത്രത്തിൽ തന്നെ നടത്തണം എന്ന് നിർബന്ധമില്ല. ഏത് വേദികളിൽ വേണം നടത്താം. ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലൊക്കെ ഒരു വഴിപാടായിട്ട് തന്നെ നടത്താം നമുക്ക്. പക്ഷെ കൂടുതലും കാണുന്നത് ക്ഷേത്രങ്ങളിലാണ്. അത് ഇരിങ്ങാലക്കുട ഗ്രാമവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു വേദി പാമ്പുമേക്കാട്ട് മനക്കിലാണ്. ഈ പാമ്പുമേക്കാട്ട് മനക്കിൽ അനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ക്ഷേത്രങ്ങളിലാവുമ്പോൾ അത് ശ്രീകോവിലിന് മുൻപ് നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ നേരെ മറിച്ച് മുടിയേറ്റ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വേദിയിലാണ് നടക്കുന്നത് വെച്ചാൽ കളം വരച്ചിട്ടാണ്, കളത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഭദ്രകാളിയുടെ ആട്ടം തുടങ്ങുന്നത്. ഈ പറഞ്ഞ പോലെ എത്ര കാലം പഴക്കമുണ്ടോ ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നില്ല. ഒരു 3-4 ദശാബ്ദങ്ങൾക്ക് മുമ്പ്, അല്ല സെഞ്ചുറീസ് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിലും കൂടുതൽ പഴക്കമുണ്ടെന്നും പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കലാകാരൻ എന്ന് പറയുന്നത് വാരനാട്ട് ശങ്കരനാരായണ കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം വാരനാട്ടുകാർക്കാണ് അത് ചെയ്യാനുള്ള അവകാശം എന്നാണ് ശരിക്കും പറയുന്നത്. ഇന്ന് അതിന്ന് പഠിച്ചിട്ടുള്ള മറ്റ് കലാകാരന്മാരും ഉണ്ട്. അനവധി തെക്ക് ഈ ചാലക്കുടി പുഴയ്ക്ക് അപ്പുറമുള്ളവരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ മധു വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇതിനെ ഒരു ഉപാസനയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ദിനേശൻ കുറുപ്പ്, അങ്ങനെ ഒരു 3-4 പേരാണ് ഇപ്പോൾ വാരനാട്ട് കുടുംബത്തിലെ വളരെ ഇതിനെ ലൈവ്ലി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാധവ കുറുപ്പ്, അതുപോലെ ചേരാനല്ലൊരു കുട്ടപ്പ കുറുപ്പ്, അച്യുത കുറുപ്പ്, കൃഷ്ണകുറുപ്പ് എന്ന് അങ്ങനെ അവരൊക്കെ കൊണ്ടു നടന്നിരുന്ന ആ ഒരു സബര്യ ഇപ്പോൾ ഇവരാണത് കൊണ്ടു നടക്കുന്നത്. കഥ തീർച്ചയായും ഭദ്രകാളിയുടെ ദാരികവാദം തന്നെയാണ്. ചെണ്ട, അലത്താളം, കുമ്പ, കുഴൽ എന്നിവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഭദ്രകാളിക്ക് കൂടാതെ ദാരികൻ, കൂളി, ദാനവേന്ദ്രൻ, നാരദൻ, ശിവൻ ഇവയൊക്കെയാണ് അതിലുള്ള വേഷങ്ങൾ. പ്രധാനമായിട്ടും ഇരിങ്ങാലക്കുട ഗ്രാമവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പാമ്പുമേക്കാട്ട് മനക്കിലാണ് നടന്നു വരുന്നത്. പടുതോൾ മന, നേരത്തെ ബ്രാഹ്മണിപ്പാട്ട് പറഞ്ഞ പടുതോൾ, ചാലക്കുടി പടുതോൾ മന, കാഞ്ഞാട്ട് മന, അതുപോലെ മാള വലിയ പറമ്പ് ക്ഷേത്രം, പൊയ്യ ഭഗവതി ക്ഷേത്രം, അന്നമണ്ട മഹാദേവ ക്ഷേത്രം എന്നിങ്ങനെ സ്ഥലത്തൊക്കെയാണ് നടന്നു വരുന്നത്. ഇനി മൂന്നാമത്തെ കലാരൂപം തോൾപ്പാവക്കൂത്ത്. ഈ തോൾപ്പാവക്കൂത്തിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ എനിക്കൊരു അത്ഭുതം തോന്നിയെന്ന് പറയാൻ ഉണ്ടായത്. കാരണം എൻ്റെ അറിവിലുള്ള തോൾപ്പാവക്കൂത്ത് ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. അതല്ലെങ്കിൽ തൃശ്ശൂർ തലപ്പള്ളി താലൂക്കിന് വടക്കോട്ട് മാത്രമാണ്. ഞാൻ താമസിക്കുന്നത് മുളവന്താവിലാണ്. അവിടെ നിന്ന് വടക്കോട്ട് ഈ ചെറുതുരുത്തി, പൈങ്കുളം അല്ലെങ്കിൽ ലക്കിടി ആ ഭാഗത്തേക്കും, പിന്നെ അവിടെ നിന്ന് പട്ടാമ്പി, ഒറ്റപ്പാലം ആ മേഖലകളിലാണ് ഞാൻ തോൾപ്പാവക്കൂത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവതരണം കണ്ടിട്ടുള്ളത്. എന്നാൽ സംഗമ ഗ്രാമത്തിനും ഉണ്ട് തോൾപ്പാവക്കൂത്തിനെ കുറിച്ച് പറയാൻ ഒരു സ്ഥലം, ഒരു വേദി. അത് ഇരിങ്ങാലക്കുട എന്നല്ല, തൃശ്ശൂർ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആകെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ തോൾപ്പാവക്കൂത്ത് നടക്കുന്നുള്ളൂ. അത് നമ്മുടെ സംഗമ ഗ്രാമത്തിലാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് എടമുട്ടം അടുത്തുള്ള പാലപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിലാണ്. അവിടുത്തെ വേല എന്ന് പറയുന്നത് കുംഭമാസത്തിലാണ്. കുംഭമാസത്തിൽ തിരുവോണം കൊടികേറി 7 ദിവസം നടക്കുന്ന വേല. തിരുവോണം, അവിട്ടം, ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി നാൾക്ക് കഴിയുന്ന രീതിയിലാണ് 7 ദിവസത്തെ വേലയാണ്. അതുമായി ബന്ധപ്പെട്ട് തിരുവോണം നാൾക്ക് തുടങ്ങുന്ന പാവക്കൂത്ത് അവതരണം അശ്വതി നാൾക്ക് അവസാനിക്കുന്നു. രാമായണമാണ് കഥ. രാമായണം പ്രധാനമായിട്ടും
രാവണവധം വരെയുള്ള ഭാഗമാണ് അവതരിപ്പിച്ച് പോരുന്നത്. അതിൽ ഒരു പ്രത്യേകത എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ അവിടുത്തെ കൂത്ത് മാടത്തിനൊരു പ്രത്യേകത ഉണ്ട്. 500 വർഷം പഴക്കമുള്ള കൂത്തുമാടം എന്നാണ് പറയുന്നത്. അതിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അത് ഓല മേഞ്ഞതായിരുന്നു. പിന്നീട് അത് നവീകരിച്ച് ഓട് മേഞ്ഞ് ഇപ്പോൾ ഓടാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ഞാൻ അത് അവതരിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചാലക്കുടി പുഴയ്ക്ക് ഭാരത പുഴയ്ക്ക് അപ്പുറമുള്ള ഷൊർണൂർ കൂനത്തറ ഉള്ളവരാണ്, പുലവർമാരാണ്. അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എത്ര കാലമായിട്ട് ഇരിങ്ങാലക്കുടയിൽ ഇങ്ങനെ കൂത്ത് അവതരിപ്പിച്ച് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനൊരു നല്ലൊരു കാലഘട്ടം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല, എന്നാൽ അതിലൊരു വലിയൊരു ഭംഗിയുള്ളൊരു കാര്യമുണ്ട്. കാരണം അവർ പറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് അശ്വതി നാളക്ക് ഈ കൂത്ത് അവതരണം കഴിഞ്ഞാൽ ഒരു രാമശരം നടക്കി വെക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് ഇവരാണ് നടക്കി വെച്ചിട്ട്, ഈ കൂത്ത് അവതരിപ്പിച്ചവരാണ് നടക്കി വെച്ചിട്ട് വരിക. ഈ നടക്കി വെക്കുന്ന രാമശരം പണ്ട് സൂക്ഷിച്ചിരുന്നത് അവിടെ അടുത്തുള്ളൊരു കോവിലകത്താണ്. അയിരൂർ കോവിലകം എന്നാണ് അതിൻ്റെ ആ കോവിലകത്തിൻ്റെ പേര്. ഈ അയിരൂർ കോവിലകത്തിന് അതിന് വേറൊരു പേരും കൂടെ പറയും. ആ പേര് ഞാൻ അയിരൂർ സ്വരൂപം എന്നാണ് പറയുക. അപ്പോൾ ഈ അയിരൂർ കോവിലകം ഏതാനും ഒരു കുറച്ച് കാലങ്ങൾക്ക് ഒരു 30 കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു റിനോവേഷൻ നടത്തി, അതിനെ ഒരു മരാമത്ത് പണിയൊക്കെ നടത്തിയപ്പോൾ ആ കോവിലകത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേട് കൂടാതെ 500ഓളം രാമശരങ്ങൾ ലഭിച്ചു എന്നാണ്. ഒരു രാമശരമാണ് ഒരു വർഷം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ 500ഓളം രാമശരങ്ങൾ അവർക്ക് ലഭിച്ചു. അപ്പോൾ ഏകദേശം കേടോടുകൂടിയുള്ളത് വേറെയുണ്ട്, കേട് കൂടാതെ കിട്ടിയതാണ് ഏകദേശം 500ഓളം. അപ്പോൾ എത്ര കാലത്തെ പഴക്കം, എന്തായാലും 500 വർഷത്തെ പഴക്കമുണ്ട്. അതല്ലെങ്കിൽ അതിനും മുൻകാലങ്ങളിൽ തന്നെ പഴക്കമുണ്ട് എന്നുള്ളത് ഇതോടനുബന്ധിച്ച് അറിയാൻ സാധിച്ചു. അപ്പോൾ അത്രയും വളരെ നമുക്ക് അഭിമാനിക്കാൻ വെച്ചാൽ നമ്മുടെ നാട്ടിലും ഉണ്ട് തോൾപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന ഒരു വേദി. തൃശ്ശൂർ ജില്ലയിൽ ആകെ കൂടെ ഉള്ളത് ഇരിങ്ങാലക്കുടയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ. കൂത്ത്, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്തിനെ കുറിച്ച് ഞാൻ ഈ ഒരു വേദിയിൽ പറയുന്നത് ഒട്ടും ഉചിതമല്ല എന്നുള്ള നല്ല ധാരണ എനിക്കുണ്ട്. എന്നാലും ഒരു അനുഷ്ഠാന കല എന്നുള്ള വിഷയത്തിൽ അതും കൂടെ പെടുന്ന കാരണം ചെറുതായിട്ടൊന്ന് തൊട്ടു പോകാമെന്ന് മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും 4 വേദികൾ ഇരിങ്ങാലക്കുട ഗ്രാമവുമായി ബന്ധപ്പെട്ട് ഒന്ന് കൂടൽമാണിക്യം തന്നെയാണ്, മറ്റൊന്ന് തൃപ്രയാർ ഏകാശി മണ്ഡലകാലത്ത് നടക്കുന്ന അങ്കുലിയങ്കം കൂത്ത്, അത് കൂടാതെ 2 വേദികളും കൂടെ ഉണ്ട്. ഈ കൂടൽമാണിക്യത്തിലെയും തൃപ്രയാരത്തെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അമ്മന്നൂർ ചാക്യാർമാരുടെ അവകാശവും വില്ലുവട്ടം നമ്പ്യാന്മാരുടെ അവകാശത്തെക്കുറിച്ചൊക്കെ അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ രജനീഷാണ് നടത്തുന്നത് തോന്നുന്നു തൃപ്രയാറും അല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അത് കൂടാതെ 2 വേദികളാണ്. ഒന്ന് അന്നമട മഹാദേവ ക്ഷേത്രവും മറ്റൊന്ന് അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രവും. ഈ 2 വേദികളിലും തന്നെ 41 ദിവസം നീണ്ടു നിന്നിരുന്ന മന്ത്രാംഗം കൂത്തിന് വേദിയായിരുന്ന സ്ഥലമാണ്. ഒരു സ്ഥലത്ത് അന്നമടയിൽ കിടങ്ങൂർ രാമചാക്യാർ ആശാനായിരുന്നു എങ്കിൽ ഇപ്പുറത്ത് അവിട്ടത്തൂര് മാണിമാധവ ചാക്യാർ ആശാനായിരുന്നു. 2 എന്താ പറയുക ലെജൻസ് എന്ന് പറയുന്ന 2 വ്യക്തിത്വങ്ങൾ നടത്തിയിരുന്ന അടിയന്തരമായിരുന്നു ഈ 2 ക്ഷേത്രങ്ങളിലും. കാലങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ 50ഓളം മന്ത്രാംഗം കൂത്ത്, 41 ദിവസം നീണ്ടു നിൽക്കുന്ന മന്ത്രാംഗം കൂത്ത് രാമചാക്യാർ ആശാൻ അന്നമടയിൽ നടത്തി. അദ്ദേഹത്തിന് വയ്യാതായപ്പോൾ തന്നെ മാർഗി മധു ചാക്യാരെ ഏൽപ്പിച്ചു. അതിപ്പോൾ 41 ദിവസമായിട്ടല്ലെങ്കിലും പോലും 12 ദിവസമായി ചുരുക്കിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മധുവേട്ടന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആശാൻ ഉള്ളപ്പോൾ തന്നെ തുടങ്ങിയോ അതോ ആശാൻ മരിച്ചിട്ടാണ് തുടങ്ങിയത് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ആശാൻ ഉള്ളപ്പോൾ തന്നെ ആശാൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. അതിപ്പോഴും നടത്തി പോരുന്നു. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടത് അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൂത്തവതരണമാണ്. 41 ദിവസം നടന്നിരുന്ന എന്താ പറയുക 5ഓളം വീരചെറുങ്ങല കൊടുത്ത് കേരളം ആദരിച്ചിരുന്ന, പത്മ അവാർഡ് കൊടുത്ത് ഭാരത സർക്കാർ ആദരിച്ചിരുന്ന മാണിമാധവ ചാക്യാർ ആശാൻ അവതരിപ്പിച്ചിരുന്ന അവിട്ടത്തൂർ ക്ഷേത്രത്തിലെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന കൂത്ത് 1970-കൾക്ക് ശേഷം തന്നെ നിന്നുപോയി. അദ്ദേഹം 1970-ലാണ് അവസാനമായിട്ട് അവതരിപ്പിച്ചത്. അതിന് ശേഷം ഉണ്ടായിട്ടില്ല, നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വിഷമം. എന്താ പറയുക, നമുക്കത് ശരിക്കും പറയാം അവിട്ടത്തൂർക്കാരോട് എനിക്കൊരു അപേക്ഷ ഉള്ളത് പുനഃസ്ഥാപിക്കണം എന്നാണ്. ഈ അന്നമടക്കാർ ചെയ്യുന്ന പോലെ 12 ദിവസമായിട്ടെങ്കിലും അത് പുനഃസ്ഥാപിച്ചെടുത്താൽ നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ മാണിമാധവ ചാക്യാർ ആശാനോട് ചെയ്യുന്ന ഒരു അനീതിയായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു, ഒരു അഭിപ്രായം എന്നോണം ഞാൻ പറയുന്നു. അതങ്ങനെ.
എന്നാൽ സന്തോഷം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷം മാത്രം തരുന്നതിനാണോ ഈ അനുഷ്ഠാന കലകൾ എന്ന് വെച്ചാൽ, ഈ സംസ്കാരത്തോടനുബന്ധിച്ച് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടെ നമ്മൾ കണ്ട ഒരു വേദിയെക്കുറിച്ച് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഏകദേശം 3 വർഷത്തിന് മുമ്പ് നമ്മുടെ കൊടകര കൈമുക്ക് മനക്കിൽ വെച്ച് കൈമുക്ക് രാമനക്കി തിരുപ്പാടിൻ്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന ദശമം കൂത്ത്, അതും ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ അപർണ നങ്ങിയാറാണ്, അപർണേച്ചിയാണ് നടത്തിയത്. ഭാഗമാണ്. മരിച്ചു പോയ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം മുമ്പിൽ വെച്ച് എപ്പോഴാണോ യാഗം നടത്തിയ യജമാനൻ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ പത്നി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു, ആ സ്ഥലത്ത് യജമാനൻ്റെ പത്നിക്ക് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനും മരിച്ച അദ്ദേഹത്തിന് മോക്ഷം കിട്ടാനായിട്ട് നടത്തുന്നതാണ് ഈ ദശമം കൂത്ത്. ഭാഗവതമാണ് അവതരിപ്പിക്കുന്നത് അല്ലേ, ഭാഗവതം അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു 3 ദിവസമാണ്, ശരിക്കും അത് 7 ദിവസം തോന്നുന്നു, 7 ദിവസം അല്ലേ, 3 ദിവസമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത്. എന്നിരുന്നാലും അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതും ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഈ ഒരു വേദിയിലൊന്ന് പറയുന്നു എന്ന് മാത്രം. അതിനോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു കലാരൂപമാണ് പാഠകം. പാഠകം സാധാരണ അവതരിപ്പിച്ച് വരുന്നത് നമ്പ്യാർ എന്ന് പറയുന്ന വിഭാഗം, നേരത്തെ നമ്മുടെ വിൽവട്ടത്തുകാരുടെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു വിഭാഗക്കാരൻ അമ്പലവാസി നമ്പ്യാന്മാരാണ് അവതരിപ്പിച്ച് പോരുന്നത്. ക്ഷേത്രങ്ങൾ വളരെ നിസ്സാരം എന്ന് പറയുന്നത് ഞാൻ എളുപ്പം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കലാരൂപം എന്നല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കലാരൂപമാണ്. അധികം എന്താ പറയുക, കൂടിയാട്ടത്തിനോ അല്ലെങ്കിൽ കഥകളിക്കോ വേണ്ട പോലെ ആടയാഭരണങ്ങളോ അല്ലെങ്കിൽ ഒരുക്കങ്ങളോ തന്നെ വേണ്ട. ഉടുത്തമുണ്ട്, ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക, ഒരു പട്ട് തുണിയെടുത്ത് തലയിൽ ഉടുക്കുക, ഭസ്മം തൊടുക, കുങ്കുമം തൊടുക, കഥ അവതരിപ്പിക്കുക. പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ അനവധി കണ്ടിട്ടുണ്ട്. കൂടമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, അറിയോ? കണ്ണ് കാണാത്ത നാരായണ നമ്പൂരി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മുമ്പിൽ പോയി അനവധി ഇരുന്നുണ്ട്. അന്ന് കഥയൊന്നും അറിഞ്ഞിട്ടല്ല, എന്നാലും ഒരു രസത്തിന് മുമ്പിൽ പോയി ഇരിക്കും. ഇപ്പം ഇരിക്കാൻ സമയം കിട്ടാറും ഇല്ല, അമ്പലത്തിലെ ചുമതലയായപ്പോൾ. അപ്പോൾ അന്ന് അങ്ങനെ അനവധി പോയിരുന്നുണ്ട്. പിന്നീട് കൊടുങ്ങല്ലൂരിലെ നന്ദകുമാരാജ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ഉണ്ട്, അവിട്ടത്തൂരും ഉണ്ട്, അതുപോലെ തന്നെ എന്ന് തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിൽ തന്നെ ഉണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ കല, ഞാൻ ഇങ്ങനെ ചോദിച്ചു 1-2 പേരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി ഇല്ല. എന്തുകൊണ്ട് അത് വേറൊരു വേദിയിൽ അവതരിപ്പിക്കേണ്ട, ഈ നടവഴിയിൽ അവതരിപ്പിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ആൻസർ ഇല്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട്. അങ്ങനെ ഒരു കലാരൂപമാണ്. സാധാരണ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷമാണ്. നമുക്കിവിടെ ദീപാരാധന ഇല്ലാത്ത കാരണം തന്നെ സന്ധ്യയ്ക്ക് ശംഖുവിളി കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കുന്ന ഒരു പതിവാണ്. അങ്ങനെ ഒരു സംസ്കാരവും ഇരിങ്ങാലക്കുടയ്ക്ക് ഉണ്ട്. അയ്യപ്പൻ തീയാട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ അയ്യപ്പൻ തീയാട്ട് ഇരിങ്ങാലക്കുടയിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാം. എന്നാൽ അവിടെയും സംഗമ ഗ്രാമത്തിനൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇതുമായി നടത്തിയ അന്വേഷണങ്ങളാണ് അറിഞ്ഞത്. പ്രധാനമായും ഈ 8 തീയാടി കുടുംബങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ഈ 8 തീയാടി കുടുംബങ്ങൾ വരുന്നത് മലബാറിൽ നിന്നാണ്. പടയോട്ടക്കാലത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നവരായിട്ടാണ് പറയുന്നത്. ഈ 8 തീയാടിക്കാരിൽ 1 മലപ്പുറം ജില്ലയിലും 3 പാലക്കാട് ജില്ലയിലും 4 തൃശ്ശൂർ ജില്ലയിലും. അതിൽ 1 മലപ്പുറം എന്ന് പറയുന്നത് ഏലംകുളം ഏലംകുളത്താണ്. 3 പാലക്കാട് എന്ന് പറഞ്ഞാൽ ചെറുപ്പളശ്ശേരി, മലമക്കാവ്, ഒരു സ്ഥലം കൂടെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഷൊർണൂർ മുണ്ടായ. 4 തൃശ്ശൂർ എന്ന് പറയുന്നത് പെരുമ്പിലാവ്, കുന്നംകുളം പെരുമ്പിലാവ്, തായങ്കാവ്, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മുളവന്താവിൽ ഒരു തീയാടിയുണ്ട്. 4ാമത് ഉള്ളത് സംഗമഗ്രാമമായ ഇരിങ്ങാലക്കുടയിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കുതിരത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രത്യേകത. ഇവർ 8 തീയാടിക്കാരും തന്നെ ഇന്നും തീയാട്ട് കൊണ്ട് നടക്കുന്നു. സംഗമഗ്രാമത്തിലുള്ളവരും തീയാട്ട് കൊണ്ട് നടക്കുന്നു. എന്നാൽ തീയാട്ട് സംഗമഗ്രാമത്തെ അപേക്ഷിച്ചിടത്തോളം കാലം അതൊരു നിത്യനിദാന ചടങ്ങല്ല. അപ്പം ഞാൻ താമസിക്കുന്ന മുളവന്താവ് അമ്പലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഒരു നിത്യനിദാന ചടങ്ങാണ്. മുളവന്താവ് അമ്പലത്തിൽ ഒരുവിധം ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ തീയാട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാന വഴിപാടും കൂടെ, അവിടെ ശാസ്താവാണ് എന്നുള്ളത് കൊണ്ട് ഒരു പ്രധാന വഴിപാടും കൂടെയാണ്. എല്ലാ ദിവസവും തന്നെ ഈ മണ്ഡലകാലം 41 ദിവസം 3 നേരമായിട്ട്, രാവിലെയും ഉച്ചയ്ക്കും രാത്രി വൈകിട്ട് ആയിട്ട് തന്നെ നടന്നു പോയിരുന്നു. അല്ലാതെ വിശേഷ ദിവസങ്ങളായാലും ഒരുവിധം വഴിപാടുണ്ട്. പക്ഷേ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രാധാന്യം ഇല്ലെങ്കിലും ഈ ഒരു സംസ്കാരം നമുക്കുണ്ട്. തീയാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കാരമുണ്ട്. അനവധി വേദികളുണ്ട്. എടത്തിരുത്തി അയ്യപ്പൻകാവ്, തെച്ചിക്കാവ്, പിന്നെ ആക്കപ്പള്ളി ക്ഷേത്രം, മതിലകം ക്ഷേത്രം, പൊഞ്ഞനം ശിവക്ഷേത്രം, പാമ്പാമ്പോട്ട ശിവക്ഷേത്രം തുടങ്ങിയ അനവധി സ്ഥലത്ത് നടത്തി പോരുന്നുണ്ട്.
ക്ഷേത്രങ്ങളിലാവുമ്പോൾ സാധാരണ കോമരമാണ് ഈ പറഞ്ഞ പോലെ പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് വരച്ചിട്ട് തീയാടി നമ്പ്യാന്മാരാണ് ഇത് നടത്തുന്നത്. തീയാടികൾ അവർ പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് ഇത് വരച്ച് പാടും. പറ കൊട്ടിപ്പാടുക എന്നാണ് പറയുക. പറ ചെണ്ടയുടെ ആകൃതി ഉണ്ടാവും, പക്ഷെ പറ എന്നാണ് വാദ്യത്തിന് പറയുന്ന പേര്. പറ കൊട്ടിപ്പാടി കഴിഞ്ഞാൽ ഈ ആഭരണങ്ങളൊക്കെ ഉടുക്കുക, അതിനും വേണ്ടൊരു പാട്ട്. ആ പാട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം ഈ കൂത്തവതരണം, അയ്യപ്പൻ്റെ ജനനമാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ചതിന് ശേഷം കോമരം തുള്ളി കളമാക്കുന്നതോടുകൂടി തീയാട്ടം അവസാനിക്കും. ക്ഷേത്രങ്ങളിലാവുമ്പോൾ കോമരം അവിടെ അമ്പലത്തിലുള്ള വെളിച്ചപ്പാടാരാണോ ശാസ്ത്ര മുളന്താവിലൊക്കെ ക്ഷേത്രമായതുകൊണ്ട് അവിടെ വെളിച്ചപ്പാടുണ്ട്. അദ്ദേഹം തുള്ളി വന്ന് അരുളി കളമാക്കും. അതല്ല മറ്റുള്ള ഓപ്പൺ ആയിട്ടുള്ള ഇങ്ങനെ ഇത് സാധാരണ ഒരു വഴിപാടായിട്ട് നടത്തുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഈ തീയാടി നമ്പ്യാർ തന്നെ കോമരമായിട്ട് വന്ന് മാറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത്. ഈ ഇതോടൊപ്പം തന്നെ നമുക്ക് കാണാവുന്ന മറ്റ് കലാരൂപങ്ങളാണ്, തീയാട്ടിനോടനുബന്ധിച്ച് തന്നെ കാണാവുന്ന മറ്റ് കലാരൂപങ്ങളാണ് കളമെഴുത്തുപാട്ടും അതുപോലെ തന്നെ സർപ്പം പാട്ടും. ഈ കളമെഴുത്തുപാട്ടിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചാൽ പറയുന്നത് ദാരികവാദം കഴിഞ്ഞ് ഭദ്രകാളി ശിവനെ കാണാനായിട്ട് വരികയാണ്. കൈലാസത്തേക്ക് വരുമ്പോൾ ആ ദാരികൻ്റെ തലയും പിടിച്ചിട്ടാണ് വരണതെന്നാണ് പറയുന്നത്. ആ രൗദ്രതയോടുകൂടി വരുമ്പോൾ ഈ രൗദ്രതയോടുകൂടി കൈലാസത്തേക്ക് വന്നാൽ ശരിയാവില്ല. കൈലാസത്താണെങ്കിൽ എല്ലാ ദേവന്മാരും സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ടാണ് പറയുന്നത്. അവിടേക്ക് വന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂതഗണങ്ങളെ അയച്ച് ആ വരുന്ന ഭദ്രകാളിയുടെ രൂപം വരയ്ക്കാൻ പറയുകയാണെന്ന് പറഞ്ഞു. വഴി നീളെ വരയ്ക്കാൻ പറഞ്ഞത് ഇവർ ഈ പഞ്ചവർണ്ണ പൊടി കൊണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഭദ്രകാളി വരുന്ന വഴിക്ക് മുഴുവൻ ഈ വരച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ അത് കണ്ടിട്ട് അത് ആലോചിക്കുകയാണ്, ഇത് എൻ്റെ രൂപമാണല്ലോ, എനിക്ക് ഇത്രയും രൗദ്രത ഉണ്ടോ എന്നല്ല ആലോചിച്ച് ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തിരിച്ചറിവോടുകൂടി ആ ശാന്തതയിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൽ നിന്നാണ്, ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് ഇത് ഈ കളമെഴുത്ത് പാട്ടെന്ന് പറയുന്ന കലാരൂപം വന്നതായിട്ട് പറയുന്നത്. ഈ കലാരൂപവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തീർച്ചയായും ഇന്ന് ഈ നേരത്തെ ഞാൻ പറഞ്ഞ വാരനാട്ട് കുറുപ്പ് അതുപോലെ തന്നെ കല്ലാറ്റ കുറുപ്പന്മാർക്കാണ് അതിൻ്റെ ചുമതല നടത്താനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത്. കല്ലാറ്റ കുറുപ്പന്മാർ അനവധി സ്ഥലങ്ങളുണ്ട്. ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ചേലൂക്കാവൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചേലൂക്കാവ് ഇപ്പം എനിക്കൊന്ന് വെളിച്ചപ്പാടൊക്കെ ഇല്ലാതായതുകൊണ്ട് പിന്നീട് അത് നിന്ന് പോയതായിട്ടാണ് അറിയുന്നത്. ചേലൂക്കാവിൽ കൊമരഞ്ചിറ അതുപോലെ അയ്യങ്കാവ്, പിന്നെ പയ്യോർക്കാവ്, വെട്ടുകുന്നത്തുകാവ്, കുറുമാലിക്കാവ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തന്നെ ഉണ്ട്. വല്ലച്ചിറ ഉള്ള കുറുപ്പന്മാരാണ് ഇവിടെ കൂടുതലും ഉണ്ടായിട്ടുള്ളത്. വല്ലച്ചിറ, തലവണിക്കര എന്നീ പ്രദേശങ്ങൾ. തലൂർ, നമ്മുടെ തൃശ്ശൂർ തലൂരിലുള്ളവരാണ് തലവണിക്കര, കല്ലാറ്റൂർ അവർ. പിന്നെ അത് കൂടാതെ ഉള്ളവരാണ് പന്നിശ്ശേരി, മുളന്താവിലും ഉണ്ട് കല്ലാറ്റൂർ. പെരിങ്ങോട്ടുകര ഉള്ളവരും ഈ ഭാഗത്തൊക്കെ നടത്തിയിട്ടുണ്ട്. തൃപ്രയാർ ഭാഗങ്ങളിലെ കളമെഴുത്ത് പാട്ടൊക്കെ പെരിങ്ങോട്ടുകര, കല്ലാറ്റൂരാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ കണിമംഗലം കല്ലാറ്റൂർ, കുറ്റൂർ കല്ലാറ്റൂർ, ചേലക്കര കല്ലാറ്റൂർ. പക്ഷെ അവരൊന്നും ഈ ഭാഗത്തേക്ക് അധികം ഉണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളൊരു വല്ലച്ചിറ, തലവണിക്കര, പെരിങ്ങോട്ടുകര തുടങ്ങിയ കല്ലാറ്റൂരാണ്. ഇനി സർപ്പം പാട്ടും പുള്ളുവൻ പാട്ടുമായിട്ട് പലപ്പോഴും പലർക്കും തെറ്റാറുണ്ട്. പുള്ളുവൻ പാട്ട് എന്ന് പറയുന്നത് പുള്ളുവ വിഭാഗക്കാർ നടത്തുന്നതും സർപ്പം പാട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വാർനാട്ട് കുറുപ്പന്മാരും നടത്തുന്നതാണ്. ഈ സർപ്പം പാട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ആകെ ഒരു വേദി തന്നെ ഉള്ളൂ. ആ ഉള്ള വേദി എന്ന് പറയുന്നത് പാമ്പുമേക്കാട്ട് മനക്കിലാണ്. പിന്നെ ഉള്ളത് പുഴയ്ക്കപ്പുറമുള്ള മറ്റമ്പള്ളി മനക്കിലാണ്. അത് അങ്കമാലി അടുത്താണ്. അതിനും ഇത് പറഞ്ഞ പോലെ തന്നെ കളം വരച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. കളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഷഡ്കോണാകൃതിയിലാണ് വരയ്ക്കുന്നത്. അതായത് കൈലാസ പർവ്വതത്തെ ചുറ്റി നാഗരാജാവ് ഇരിക്കുന്നതായിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അതിൽ ഈ പറഞ്ഞ പോലെ കൈലാസത്തെ ചുറ്റി നാഗം ഇരിക്കുന്നതായിട്ടും ആദ്യം ഗണപതിക്ക് പാടുക, പിന്നെ സരസ്വതിക്ക് പാടുക, നാഗരാജാവിന് പാടുക, ശിവന് പാടുക, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവതരണം. ഈ പറഞ്ഞ പോലെ പുള്ളുവൻ പാട്ടായിട്ട് എപ്പോഴും തെറ്റുന്ന ഒരു ഇതാണ്. കളം പൂജയുണ്ട്, നേദ്യമുണ്ട്, അത് കഴിഞ്ഞാൽ തിരിയൊഴിച്ചിൽ, പിന്നെ ഈ കുറുപ്പ് തന്നെ കളം മാറ്റുന്നതോടുകൂടെ ഈ കലാവതരണം അവസാനിക്കും. ഇനി ശാസ്താംപാട്ടിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പണ്ട് ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ന് പല ക്ഷേത്രങ്ങളിലും ദേശവിളക്ക് അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നുണ്ടെങ്കിലും നേരത്തെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഭവനങ്ങളിലാണ് ഇത് നടന്നു വന്നിരുന്നത്.
ഇപ്പോൾ അത് പല ക്ഷേത്രങ്ങളും ഇപ്പോൾ ചെറുമുക്കിൽ നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല അയ്യങ്കാവിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പണ്ട് അതുണ്ടായിരുന്നില്ല, വീടുകളിലാണ് നടത്തി പോന്നിരുന്നത്. അതിൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു കലാകാരനായിരുന്നു അതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ ഈ നേരത്തെ ഇരിങ്ങാലക്കുട സാംസ്കാരികമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ പറയേണ്ട എനിക്ക് തോന്നുന്ന ഒരു പേരുണ്ട്, പുതൂർ അച്യുതമേനോൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സ്ഥിരമായിട്ട് കുറേ കാലം ഈ പറഞ്ഞ അയ്യപ്പൻ പാട്ട് നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ സീനിയറായിട്ടുള്ള കലാകാരനായിരുന്നു വൈക്കത്ത് കൃഷ്ണനായർ. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ കുളമണിക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടക്കിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നു വളരെ ലീഡിങ് ആയിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള കലാകാരൻ. ഇരിങ്ങാലക്കുട എന്നല്ല, ഇരിങ്ങാലക്കുടയ്ക്ക് അകത്തും പുറത്തും വിദേശത്തും വരെ, കേരളത്തിന് പുറത്ത് വരെ അദ്ദേഹം പോയി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാലാഴി മദനം എന്ന് പറയുന്ന ഭാഗമായിരുന്നു ഇത്ര അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതായത് ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്, അതാണ് പറഞ്ഞത്. ഇന്നും പലരും അത് അവതരിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ വളരെ നിപുണനായിരുന്നു എന്ന് പറയുന്നു. ശിവനും എന്താ പറയുക, പാലാഴി മതിക്കുന്നു, ദേവാസുരന്മാർ പാലാഴി മതിക്കുന്നു, അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നു. അവസാനം മോഹിനി വരുന്നു. മോഹിനി രൂപം കണ്ട് ഇഷ്ടപ്പെട്ട് ശിവൻ കാമാസക്തി കൊണ്ട് പ്രാപിക്കാൻ പ്രാപിക്കുന്നു. അതിലുണ്ടാവുന്ന കുട്ടി, ആ കുട്ടിയുടെ ജനനം എങ്ങനെയാ വെച്ചാൽ, മോഹിനി സ്ത്രീയാണെങ്കിലും മഹാവിഷ്ണു പുരുഷനായതുകൊണ്ട് തന്നെ പ്രസവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തൻ്റെ പൊളിച്ച് തൊടയെ കൂടെ പ്രസവിക്കുകയാണ്, അയ്യപ്പനെ പുറത്തേക്ക് എടുക്കുന്നതായിട്ടാണ് പാടുന്നത്. ആ അന്തരീക്ഷം, അത് അയ്യപ്പൻ്റെ ജനനത്തോടനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു പാടുന്ന ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ട് പറയുന്നത്. അതുപോലെയുള്ള കലാകാരന്മാർ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പരിപാടി അവതരിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പാടി കേൾക്കണം, അച്ഛൻ പാടുന്ന പോലെ ഞാനിന്ന് പാടി ആരും കണ്ടിട്ടില്ല. അതായത് ഒരു കുറ്റമായിട്ടല്ല അദ്ദേഹം പറയുന്നത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ്. ഇന്നും അതുപോലെ തന്നെ അനവധി ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ചിറ്റയെടുത്ത രാമൻ നായർ, അദ്ദേഹം വലന്തലക്കാരനാണ്. അദ്ദേഹം വലന്തല മേള പ്രമാണിയാണ്, വലന്തലക്കാരനാണ്, നല്ലൊരു അയ്യപ്പൻ പാട്ട് കലാകാരനാണ്. അങ്ങനെ അനവധി പേര് തന്നെ ഉണ്ട് ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് കോഴിക്കോട് തളി വെച്ച് പുരസ്കാരം, രാമേട്ടനല്ല, മറ്റേ വൈക്കത്ത് കൃഷ്ണനായർക്ക് കോഴിക്കോട് തളിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിട്ടുണ്ട് ഈ കലാരൂപത്തിനോടനുബന്ധിച്ച്. പ്രധാനമായിട്ടും വേദികൾ ഇരിങ്ങാലക്കുടയിൽ നടന്നിരുന്നത് പുതൂർ അച്യുതമേനോൻ്റെ, അദ്ദേഹത്തിൻ്റെ കീഴ്ത്താണിയിലുള്ള വീട്ടിൽ വട്ടപ്പറമ്പിൽ കൃഷ്ണകുട്ടി മേനോൻ, അതുപോലെ VP ശ്രീധരമേനോൻ, ഏരേക്കത്ത് കൃഷ്ണകുട്ടി മേനോൻ, അവരുടെയൊക്കെ ഭവനങ്ങളിലാണ് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ നിന്നുപോയി. ഇപ്പോൾ നടക്കുന്നത് ആകെ കൂടെ ക്ഷേത്രങ്ങളിലാണ്. ഭവനങ്ങൾ നടക്കുന്നുണ്ടാവും, പക്ഷെ പണ്ടത്തെ ആ ഒരു പ്രൗഢിയോട് കൂടി നടന്നിരുന്ന വേദികളൊക്കെ ഇപ്പോൾ കുറഞ്ഞു എന്നാണ് അദ്ദേഹത്തിനുള്ള ഒരു വിഷമം. പിന്നെ അവസാനത്തെ ഒരു കലാരൂപം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാന ഇരിങ്ങാലക്കുടയിൽ ആകെ 1-2 സ്ഥലത്തേ നടക്കുന്നുള്ളൂ. പക്ഷെ നടത്തുന്നവരാരും തന്നെ ഇരിങ്ങാലക്കുടക്കാരല്ല. പ്രധാനമായിട്ടും നടക്കുന്നത് ഒന്ന് വെട്ടുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രം, പിന്നെ ഒന്ന് കൊമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്നിങ്ങനെ 2 സ്ഥലത്താണ്. കാർളം കൊമരഞ്ചിറയിലാണ് നടത്തുന്നതാവട്ടെ ഇത്രയും കാലം നടത്തിയിരുന്നത് വളരെ സീനിയറായിട്ടുള്ള കലാകാരനായിട്ടുള്ള കുമ്മത്തെ അപ്പുനായരാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട്, അദ്ദേഹം ചെറുപ്പിലാണ് താമസിക്കുന്ന, പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് അധികം പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിൻതലമുറയായിട്ടുള്ള കുമ്മത്ത നന്ദനേട്ടനും കുമ്മത്ത രാമേട്ടനും രാമൻ നായർ അവരൊക്കെ ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. ചേർപ്പ് മണി നായർ, അദ്ദേഹം കുറേ കാലം ഇത് കൊണ്ട് നടന്നിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈയിടെ നന്നായി വിട്ടുപോയി. അങ്ങനെ ഒരു കലാരൂപം, അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പന്തൽ ഒരുക്കുന്ന, എന്താ പറയുക, നടത്തുന്ന വേദിക്ക് നടുക്കൊരു പന്തൽ, താൽക്കാലികമായിട്ടുള്ള ഒരു പന്തൽ ഒരുക്കുക, ടെമ്പററി ആയിട്ട് ഒരു പന്തൽ ഒരുക്കുക. അതിൽ തട്ടകം ഒരുക്കുക എന്നാണ് പറയുക. ഭഗവതിയെ കുടികൊള്ളിക്കാനായിട്ട് തട്ടകം ഒരുക്കുക. അവിടെയും പൂജ, നൈവേദ്യം, അത് കഴിഞ്ഞ് ഗുരുതി ഉണ്ട്. ഗുരുതിക്ക് ശേഷമാണ് അവിടെ തിരിയൊഴിച്ചിലുള്ളത്. തിരിയൊഴിച്ചിൽ കഴിഞ്ഞാൽ പിന്നെ പാലക്കൊമ്പ്, പൂക്കല എന്നിവ എടുത്തുകൊണ്ട് ഒരു പ്രത്യേക നൃത്തം, അതിന് പാട്ടുണ്ട്, വാദ്യമുണ്ട്, ഇരുന്ന് പാണ്ടി, അടന്ത, ത്രിപുട മേളങ്ങളൊക്കെയാണ് അതിന് കൊട്ടുന്ന ഒരു സമ്പ്രദായം. അത് കഴിഞ്ഞാൽ ഭദ്രകാളിയെ സ്തുതിച്ച് പാടുക. അവസാനം വെളിച്ചപ്പാട് തുള്ളി വരുന്നത് കൂടെ അവസാനിക്കുന്നൊരു കലാരൂപമാണ് പാന. ഈ കലാരൂപമാകെ കൂടെ ഇരിങ്ങാലക്കുടയിൽ നേരത്തെ പറഞ്ഞ 2 വേദികളേ ഉള്ളൂ. ഒന്ന് കൊമരഞ്ചിറയും
പിന്നെ മറ്റൊന്ന് വെട്ടുകുന്നത്തുകാവാണ്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. പക്ഷേ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു വേദികൾ എന്ന് പറയുന്നത് ഇങ്ങനെ 2 സ്ഥലങ്ങളാണ് ഉള്ളത്. ഇത്രയുമാണ് അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഗമ ഗ്രാമത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഇത്രയും വാസ്റ്റായിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ അവതരിപ്പിച്ച് പോരുന്ന സ്ഥലങ്ങൾ. ഇനിയുമുണ്ട്, അനവധി കലകളൊക്കെ ഉണ്ടാവും. പക്ഷേ സമയപരിധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എന്തായാലും ഇത്രയും നല്ലൊരു അവസരം എനിക്ക് തന്ന ഇരിങ്ങാലക്കുട കഥകളി ക്ലബിന് എൻ്റെ ഭാരവാഹികളായ അനിയേട്ടൻ്റെ സാന്നിധ്യത്തിൽ അനിയേട്ടനും രമേശേട്ടനും പ്രദീപേട്ടനും മറ്റ് മെമ്പർമാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എന്നാലാവുന്ന വിധം ഇരിങ്ങാലക്കുട ക്ലബിന് ഞാൻ ഇനിയും ഭാഗമായി തന്നെ ഉണ്ടാവും എന്ന് കൂടെ ഇതോടൊപ്പം അറിയിക്കുന്നു. എനിക്ക് ഇതോടനുബന്ധിച്ച് അനവധി പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. അവർക്കും ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ ഞാൻ നന്ദി പറയുന്നു. ലൈവായി വീക്ഷിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയാം, അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് കൂടെ ഇതോടൊപ്പം ഞാൻ അറിയിക്കുന്നു. ഇതിൽ പരാമർശിക്കാതെ പോയിട്ടുള്ള മറ്റ് അനുഷ്ഠാന കലകളുടെ പരാമർശിക്കാതെ പോയിട്ടുള്ള എവിടെയെങ്കിലും സോപാന സംഗീത ഞാൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ദിനേശേട്ടൻ സംസാരിച്ച കാരണം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടല്ല. അന്ന് ദിനേശേട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വേറൊരു മാരാത്തവർ കിഴക്കേ നടക്കലുണ്ടായിരുന്നു, വടക്കൂട്ടുമാരാത്തവർക്ക് അടിയന്തരം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം ശരി. നാനോട്ടിമാരാർ പറഞ്ഞ കാരണം, അദ്ദേഹം പറഞ്ഞ കാരണം അത് ശരിയാവാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അമ്മാവന്മാരോ കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, പണ്ട് കൈമണ്ട നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മാരാറാണ് പാട്ട് നടത്തിയിരുന്നതെന്നും അത് ശരിക്കും അദ്ദേഹത്തിന് അവകാശമൊന്നുമില്ല. അദ്ദേഹം കൈമണ്ടൊപ്പം വന്ന് നമ്മുടെ അവകാശം നമ്മുടെ വീട്ടുകാർക്കായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് പാടും. പിന്നെ അദ്ദേഹത്തോട് പാടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പാടിയിരുന്നു. അദ്ദേഹത്തിന് വഹ കൊടുത്തിരുന്നു എന്നും പിന്നീട് അദ്ദേഹം മരിച്ചതോടുകൂടി അത് വീണ്ടും നമ്മൾ തന്നെ ഏറ്റെടുത്തതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ അതാവാം ശരി. ഈ പറഞ്ഞ പോലെ നാനോട്ടിമാരാർ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സോപാന സംഗീതത്തെ കുറിച്ച് പിന്നെ കൂടുതൽ പറയാതിരുന്നത്. ഇവിടെ എന്തായാലും സന്ദീപിൻ്റെ പ്രബന്ധം ഒരു പരിധിവരെ ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക അനുഷ്ഠാന കലാപാരമ്പര്യത്തെക്കുറിച്ചിട്ടുള്ള മിക്കവാറും മേഖലകൾ സ്പർശിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പറഞ്ഞാൽ ഏത് പ്രബന്ധങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളും ഒരു അപൂർണത ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്, ഒന്ന് ശാസ്താംപാട്ടിൻ്റെ കാര്യം പറഞ്ഞു. ശാസ്താംപാട്ടിൻ്റെ വലിയൊരു പാരമ്പര്യം കിഴുത്താനി പ്രദേശത്തിന് ഉണ്ട്. പുതുരച്ചമ്മൻ്റെ വീട്ടിൽ പിന്നെ അവിടെ അടുത്തുള്ള നെടുമ്പള്ളിയുടെ അവരുടെ ഒരു ക്ഷേത്രമുണ്ട്, വിഷ്ണു ക്ഷേത്രം. കുറച്ചങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയിട്ട് അവിടെ തന്നെ ഈ കഴിഞ്ഞ തലമുറയിൽ ആൾക്കാരെ ഒന്ന് ദാസമാഷ്, പിന്നെ കുറച്ച് കുടമാണിക്കൻ ദേവസ്വത്തിൽ വർക്ക് ചെയ്യുന്ന നന്ദൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, ആള് വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്, നന്ദൻ എന്ന് പറഞ്ഞൊരാൾ. പിന്നെ ജോയിൻറ്റ് കൗൺസിലിൽ വർക്ക് ചെയ്തിരുന്ന എൻ കെ രാമേട്ടൻ, അങ്ങേരും ഈ ശാസ്താംപാട്ടിൻ്റെയും പിന്നീട് അയ്യപ്പൻ പാട്ടെന്നും എന്നുള്ള ഒരു വിഭാഗത്തിൽ അവിടെ കിഴുത്താനി അയ്യപ്പ സേവാ സംഘം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കലാപാരമ്പര്യം അവർ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പുതിയ ആൾക്കാരുടെ പേര് എനിക്ക് അറിയില്ല. മറ്റൊരു കാര്യം, ബ്രാഹ്മണിപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം, ഐരാണിക്കുളത്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തിരുവാതിര മഹോത്സവം അതിൻ്റെ ചിട്ടയിലും അതിൻ്റെ ആചാരപ്പെരുമയിലും ഒക്കെ നടന്നിരുന്ന ഒരു സ്ഥലം. അവിടുന്ന് ടിപ്പുവിൻ്റെ ആക്രമണം ഭയന്ന് അവിടുത്തെ വിഗ്രഹം തിരുവൈരാണിക്കുളം എന്നുള്ള പേര് പിന്നീട് വന്നേ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ തക്കാലത്തേക്ക് അവിടെ വയ്ക്കുകയും ചെയ്തു. ടിപ്പു പിന്നീട് തിരിച്ചു കൊണ്ടൊരു ഘട്ടം വന്നപ്പോൾ ആ വിഗ്രഹം തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെയുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അവിടെയുള്ളവർ അത് വിട്ടുകൊടുത്തില്ല. അപ്പോൾ പിന്നീട് വേറൊരു വിഗ്രഹം ഏതോ ഒരു സമ്പ്രദായത്തിലുള്ള പിന്നെ അവിടെ ആ ആരാധന തിരുവാതിര മഹോത്സവമൊക്കെ തുടർന്നത്. അപ്പോഴേക്കും പ്രാധാന്യവും പ്രസിദ്ധിയൊക്കെ തിരുവൈരാണിക്കുളത്തേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന ചിട്ടയായി നടക്കുന്ന ഈ തിരുവാതിര ആഘോഷത്തിന് നമുക്കറിയാം ഏറ്റവും പ്രധാനം ദശപുഷ്പം ആവശ്യമാണ്. ആ ദശപുഷ്പം എന്ന് പറഞ്ഞാൽ 10 പുഷ്പങ്ങൾ, 10 പുഷ്പങ്ങളും കിട്ടുന്ന സ്ഥലം ഐരാണിക്കുളത്തിന് തൊട്ടടുത്ത് പൂപ്പത്തി എന്നുള്ളൊരു ഗ്രാമമുണ്ട്. പൂവ് 10 കിട്ടുന്ന ഗ്രാമം. ഇത് എനിക്ക് പറഞ്ഞു തന്നത്
രമേശൻ്റെ അമ്മ പത്മിനി ബ്രാഹ്മണിയമ്മയാണ് എനിക്കത് പറഞ്ഞു തന്നത്. ആ സ്ഥലത്തിന് ആ പേര് വരാൻ കാരണം പൂവ് 10 ദശപുഷ്പം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിന് പൂപ്പത്തി എന്ന പേര് വീണതായിട്ടാണ് പറയുന്നത്. മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തൊട്ടിപ്പാട് കുടമാണിക്യസ്വാമിയുടെ ആറാട്ട് നടക്കുന്ന രാപ്പാൾ ആറാട്ടുകടവ്, തൊട്ടിപ്പാട് ഇങ്ങനെയുള്ള ഗ്രാമത്തിൽ ഈ പറഞ്ഞ സങ്കല്പത്തിൽ ശരിയായിരിക്കാം, ഒരു കാലം അവിടെയും ഒരു കാലം ഇങ്ങോട്ടും വെച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ക്ഷേത്രം വരുന്നത് ഇരിയാനോട് ഗ്രാമത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഒരു കാര്യം കൂടെ കേൾക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ വാട്ടർ അതോറിറ്റിയിൽ റിട്ടയർ ചെയ്ത നന്ദൻ, അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു പേര് അറിഞ്ഞിരുന്നെങ്കിലും എനിക്ക് കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് വിവരങ്ങൾ എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു കുഴപ്പം ഇതിലുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തു. പിന്നെ ഈ പറഞ്ഞ തൊട്ടിപ്പാട് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ ക്ഷേത്രം തന്നെയാണ്, സംശയമില്ല. കുടമണിസ്വാമി അതുകൂടെ തന്നെയാണ് എഴുന്നള്ളിച്ച് പോകുന്നതും, അതിൽ സംശയമില്ല. പക്ഷെ ഒരു ഇതുണ്ടെന്ന് മാത്രം, പെരുവനം ഗ്രാമത്തിലത്തെ ആണെന്നും അല്ലാന്നും പറയുന്നു എന്ന് മാത്രം. കൂടുതലും ഇരിങ്ങാലക്കുട ഗ്രാമത്തിന് തന്നെയാണ് ചായ്വ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കൂറ്റമ്പള്ളി സോമയാജിപ്പാട്, കൂറ്റമ്പള്ളി വാസുദേവ നമ്പൂതിരിയുടെ മുഞ്ചിറമഠം വാസുദേവ തീർത്ഥ എന്ന് പറഞ്ഞ മുഞ്ചിറമഠത്തിൻ്റെ അധിപനായിരുന്ന വാസുദേവ തീർത്ഥയുടെ അനിയൻ കൂറ്റമ്പള്ളി സോമയാജിപ്പാട് എന്ന് പറഞ്ഞ ആള് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള കാരണവന്മാർ കണ്ടിട്ടുണ്ടോ, പടിഞ്ഞാറെ നടപ്പുരയിൽ പാടകം അവതരിപ്പിച്ചിരുന്നു. അത് സംസ്കൃത ഭാഷയിലായിരുന്നു. വളരെ കുറച്ച് ശ്രോതാക്കളെ ഉണ്ടാവുള്ളൂ. അപ്പം അന്ന് പറഞ്ഞു കേട്ടിരുന്ന, പിന്നീട് അച്ഛനൊക്കെ പറഞ്ഞിരുന്നത്, ഈ പാടകം എന്നുള്ളത് ഒരു അനുഷ്ഠാന കല എന്നുള്ളതിനപ്പുറം ക്ഷേത്രത്തിൽ അതിന് പ്രത്യേക സ്പേസ് ഒന്നുമില്ല. ചാക്യാർകൂത്തിനോ കൂടിയാട്ടത്തിനോ കൂത്തമ്പലം എന്നുള്ള മാതിരി ഇത്തരം ഒരു സമ്പ്രദായം, ഒരു സ്ഥലം, ഒരു ഇടം ഇല്ല. ഉത്സവത്തിനല്ലാതെ ഇവിടെ പാടകം അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടില്ല. പിന്നീട് ചേങ്കട് നാരായണ നമ്പൂരിയും അതിന് മുമ്പ് വിൽവട്ടത്ത്, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹം അവര് മണ്ഡലകാലത്ത് കിഴക്കേ നടപ്പരയിൽ തുടങ്ങുന്നുണ്ട്. ഈ കൂറ്റുപള്ളി സ്വാമിയാജിപ്പാട് നടത്തുന്ന സമയത്ത് വേറെ ഒന്ന് മലയാളത്തിലും വേറെ 2-3 പാടകങ്ങൾ പടിഞ്ഞാറേ നടപ്പരയിൽ നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. കൂത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ചേർക്കണം തോന്നി. അതുകൊണ്ടാണ് സന്ദീപ് വളരെ വിശദമായിട്ട് തന്നെ അത് സൂചിപ്പിച്ചു. കാരണം കൂത്തിൻ്റെ കാര്യത്തിൽ ഈ മന്ത്രാംഗം എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ആരും ഇതുവരെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ അനുയോജ്യമായി തന്നെയാണ് എനിക്ക് അഭിപ്രായം. ഇനി കുടമാണിക്ക അമ്പലത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ മന്ത്രാംഗം പോയി സന്ദീപ് സൂചിച്ച പോലെ കിടങ്ങൂർ രാമച്ചാക്യാർ, അതായത് കുട്ടപ്പച്ചാക്യാരുടെ അടുത്താണ് ഞാൻ മന്ത്രാംഗം പഠിക്കാനായിട്ട് ആരംഭിച്ചത്. അമല്ലൂർ കുടുംബത്തിന് മന്ത്രാംഗം ഇല്ല എന്നൊരു പതിവ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് കിടങ്ങൂർ രാമച്ചാക്യാരാണ് എന്നോട് പറഞ്ഞത്. അവിടെ പഠിക്കാൻ ചെന്ന സമയത്ത് വല്ലച്ചറയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ അമ്മന്നൂർ കുടുംബത്തിന് കിടങ്ങൂർ കുടുംബമായിട്ടൊരു ദത്തുണ്ട്, ആ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് കൂത്ത് അവതരിപ്പിക്കും. വേറെ ചാക്യന്മാരാരും ചെയ്യില്ല. അപ്പൊ ഇവിടെ ഒരു അമ്മന്നൂർ കുടുംബത്തിൽ ആരും ഇല്ലെങ്കിൽ കിടങ്ങൂർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റുമാനൂരിന്റെ അടുത്തുള്ള അവിടെ കിടങ്ങൂരാണ്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെയുള്ള കിടങ്ങൂർ. അവരിവിടെ വന്ന് അവതരിപ്പിക്കുകയാണ് പതിവ്. ഇപ്പൊ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെ ഒരു പ്രജകളില്ലാതെ വന്ന സമയത്ത്, നമ്മുടെ കുടുംബത്തില് പ്രജകളില്ലാതെ വന്ന സമയത്ത് അവിടെ നിന്ന് ചാക്യാരി ഇവിടെ വന്ന് നടത്തുകയാണ് പതിവ്. അപ്പൊ അങ്ങനെ നടത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മന്ത്രാംഗം കൂത്തായിരുന്നു നടത്തിയിരുന്നത് എന്ന് ഒരു ശ്രുതി ഉണ്ട്. അപ്പൊ ഇവിടുത്തെ തേവർ സേവ തുടങ്ങുമ്പോഴാണ് കൂത്ത് ആരംഭിക്കുക, ഇടവമാസത്തിലെ തിരുവോണനാളില്. അപ്പോൾ കിടങ്ങൂരിൽ നിന്ന് ചാക്യാർ ഇവിടെ വരികയും ഇവിടെ വന്ന് ഈ മന്ത്രാംഗം കൂത്ത് അവതരിപ്പിക്കും. അപ്പൊ എല്ലാ കൊല്ലവും കിടങ്ങൂർക്ക് ക്ഷണിക്കും അവിടുന്ന്. കാരണം ഇവിടെ ചാക്യാന്മാരില്ലായിരിക്കും ആലക്കുടയില്, നമ്മുടെ അമ്മന്നൂർ കുടുംബത്തില് മൂഴിക്കുളത്തും ഇല്ല. അപ്പൊ അവിടുന്ന് ഇവിടെ വന്ന് അവര് നടത്തുന്നു. അങ്ങനെ 1-2 വർഷങ്ങൾ നടത്തി 3-ാമത്തെ വർഷം ഇവിടുന്ന് ഊരാളന്മാര് ക്ഷണിക്കാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. മറന്നുപോയ സമയത്ത് ചാക്യാര് വിചാരിച്ചു എന്നാ പിന്നെ ക്ഷണിച്ചാലല്ലേ വരണ്ടു വിചാരിച്ച് അവിടുന്ന് ചാക്യാര് വന്നില്ല. ഇവിടെ തുടങ്ങേണ്ട ദിവസമായിട്ട് തുടങ്ങാൻ സാധിച്ചില്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് ഇത് വന്ന സമയത്ത് എന്താ വേണ്ടതെന്ന് അറിയാതെ കൊണ്ട് വന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് അതിൻ്റെ ചടങ്ങ് മുടങ്ങാതെ കണ്ട് അതവിടെ പെട്ടെന്ന് നടത്തിച്ചു. അതിനുശേഷം അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി എന്തായാലും അങ്ങനെ തുടങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇനി മന്ത്രാംഗം കൂത്ത് ഇവിടെ നടത്തണ്ട. അതിന് പകരം മന്ത്രാംഗം കൂത്തിലെ ഏറ്റവും പ്രധാനം, അതായത്
ഇപ്പൊ പറഞ്ഞു 12 ദിവസമാണ് അന്നമനടയിലും ഇതുപോലെ അമ്മനൂർ ചാച്ചുചാക്യാരായിരുന്നു നടത്തിയിരുന്നത്. പിന്നെ അത് കിടങ്ങൂർ രാമചാക്യാർക്ക് കൊടുത്തു. അത് വേറൊരു കഥയുണ്ട് അതിന്റെ പിന്നിൽ, അതിലേക്ക് പോകണില്ല. അപ്പൊ ഇതുപോലെ ഈ 41 ദിവസത്തെ മന്ത്രാംഗം കൂത്തിൽ 28 ദിവസവും രാമായണം പ്രബന്ധമാണ് നടത്തുന്നത്. അപ്പൊ ആ 28 ദിവസത്തെ രാമായണം പ്രബന്ധം ഇവിടെ നിലനിർത്തി. അടുത്തത് വൈഷ്ണവത്തിന് ആരാധന പ്രാധാന്യമുള്ളത് കൊണ്ട് 12 ദിവസത്തെ അങ്കുലിയാങ്കവും നിലനിർത്തി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ചിട്ട വന്നത് എന്ന് ഈ മന്ത്രാംഗത്തിന്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പരമാചാര്യനായിരുന്ന കിടങ്ങൂർ കുട്ടപ്പച്ചാക്യാർ അവതരിപ്പിച്ചു. അപ്പൊ നമുക്കിത് എന്തെങ്കിലും ഒരു കാലത്ത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും മന്ത്രാംഗം ഇവിടെ നടത്താനുള്ള ഒരു സ്കോപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ, കാരണം മഹാക്ഷേത്രങ്ങളിലൊക്കെ മന്ത്രാംഗം നിർബന്ധമാണ്. അതുകൊണ്ടാണ് അന്നമനടയിലും മന്ത്രാംഗം ഉണ്ടായിരുന്നു, തളിപ്പറമ്പ് മന്ത്രാംഗം ഉണ്ടായിരുന്നു. കേരളത്തിൽ 5 ക്ഷേത്രങ്ങളിലായിരുന്നു മന്ത്രാംഗം ഉണ്ടായിരുന്നത് എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ എവിടെ ഇല്ല. അന്നമനടയിൽ ഒരു ദിവസം മന്ത്രാംഗം നടത്തുന്നു, ഒരു ദിവസം. അത് അപ്പൊ മന്ത്രാംഗം പൂർത്തിയാക്കണമെങ്കിൽ 41 കൊല്ലം വേണ്ടിവരും എന്നുള്ളൊരു വിഷമമുണ്ട്. എന്തായാലും ആ ഒരു സൂചിപ്പിച്ചത് വളരെ അനുചിതമായി. എനിക്കൊരു അപേക്ഷ ഉണ്ട്, ഒന്ന് അവിട്ടത്തുകാരോട് ഇതിനുള്ള തുടക്കം കുറിക്കണം എന്നുള്ളത്. അത് ഈ 13 ദിവസമെങ്കിലും മതി എന്നുള്ളതാണ്. കാരണം 28 ദിവസം രാമായണമാണ്, 13 ദിവസമാണ് ശരിക്കും മന്ത്രാംഗം നടക്കുന്നത്. അതിന്റെ ചിട്ടകളും ചടങ്ങും ഒക്കെ എല്ലാം ചേർന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ക്ലബിനോട് ഒരു അപേക്ഷ ഉണ്ട്. ക്ലബ്ബ് പല പരിപാടികളും നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ പോലെ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട് ഒരു വേദി ഒരുക്കിയാൽ നല്ലതായിരുന്നു എന്ന് ഒരു അപേക്ഷയും കൂടെ ഞാൻ ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട്. സംശയമുള്ളത് പഞ്ചാരിയെ പറ്റി പറഞ്ഞു. അത് വാക്ക് പിഴച്ചതാണോന്ന് അറിയില്ല. 5 പതിറ്റാണ്ടാണ് അതിന്റെ പഴക്കമെന്ന് പറഞ്ഞു. ആവാൻ സാധ്യതയില്ല. അങ്ങനെ അത് സംശയം. അതിപ്പോ ചിലപ്പോൾ നമ്മൾ മനസ്സിലുള്ളതല്ലാവില്ല, ചിലപ്പോൾ വാക്കൊക്കെ പഴിക്കുമല്ലോ. അങ്ങനെ ആവാ, അത് തോന്നിയത് അങ്ങനെ. പിന്നെ ഈ കളമെഴുത്ത് പാട്ട് മണ്ഡലത്തിനോടനുബന്ധിച്ച് പൊഞ്ഞനത്ത് 10-ാം ഉദയം അതിൻ്റെ മണ്ഡലത്തിൻ്റെ സമാപനം എന്ന നിലയ്ക്ക് അവിടെ കളമെഴുത്ത് പാട്ടും അതിൻ്റെ ചടങ്ങുകളും നടക്കുന്നുണ്ട്. ബ്രാഹ്മണിപ്പാട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഇതുമുണ്ട്. പിന്നെ പാലപ്പെട്ടി അമ്പലത്തിലെ തോൽപ്പാവക്കൂത്ത് അത് കേട്ടിട്ടുള്ളത് ഈ പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്ക് പ്രദേശങ്ങളിൽ നിന്ന്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് ഭരണിക്ക് വന്നിരുന്ന ആളുകളുടെ ഇടത്താവളമായിരുന്നു പാലപ്പെട്ടി. അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലുണ്ടായ ഒരു കലാരൂപം ആണ് തോൽപ്പാവക്കൂത്ത്. പാലക്കാട് നിന്ന് വരുന്ന ആൾക്കാർ, പട്ടാമ്പിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ നടത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് കേട്ടപ്പോൾ ചോദിക്കാൻ തോന്നിയത്. ഇത്രയേ ഉള്ളൂ. അതിൽ പഞ്ചാരിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് 5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞത് നിലവിലെ പഞ്ചാരി മേളം ചിട്ടപ്പെടുത്തിയതിൻ്റെ അത് ഈ ബ്രാഹ്മണിപ്പാട്ടുമായി ബന്ധപ്പെട്ട് മഴമംഗല നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് ഈ ഇതിൻ്റെയും ഇതും എന്താ പറയുക ബ്രാഹ്മണിപ്പാട്ട് ചിട്ടപ്പെടുത്തിയത് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ ഒരു വെർഷൻ കേൾക്കുന്നു. നിലവിൽ ഊരകത്തുള്ള അല്ലെങ്കിൽ പെരുവന നടപടിയിൽ നടക്കുന്ന ഊരകത്ത് അമ്പത്തിരിപടിക്ക് മുമ്പിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പഞ്ചാരി അവതരിപ്പിച്ചതെന്നാണ് പറയുന്നത്. കേട്ട് കേൾവി. ഇതും ഈ പറഞ്ഞ പോലെ ഒരു അലിഖിതമായിട്ടുള്ള ഒരു നിയമങ്ങളാണ്. ചിലപ്പോൾ സത്യമാവാം, അല്ലാതെ ഇരിക്കാം. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ടാവും, നേരത്തെ തന്നെ തുടങ്ങി കാണാം. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊത്തിയാട്ടം ഈ പറഞ്ഞ പോലെ സമയപരിധി കൊണ്ട് കുറേയൊക്കെ എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര അധികം ആഴത്തിൽ ഒരു പരപ്പ് തപ്പാനും അല്ലെങ്കിൽ ആഴത്തിൽ കണ്ടറിയാനും സാധിച്ച സന്ദീപ് മാരാരെ ആദരിക്കുകയാണ്. ഉണ്ണീഷേട്ടനെ സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുദ്രണം നൽകുന്നതിനായിട്ട് പ്രദീപ് നമ്പീശിനെ സന്ദീപ് സൂചിപ്പിച്ച ഒരു വിഷയത്തിനൊരു ഒരു അനുബന്ധമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞത് നിർത്തുകയാണ്. അനുഷ്ഠാന കലകൾക്കൊരു വേദി ക്ലബ്ബ് ഒരുക്കേണ്ടതാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾക്ക് മുമ്പിൽ സ്നേഹത്തോടെ നമിക്കുന്നു. നമ്മൾ ക്ലബിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം വാഗ്മിതം എന്ന പേരിൽ ചാക്യാർ കൂത്തിനും അതുപോലെ അനുബന്ധമായി മന്ത്രാംഗം കൂത്ത് ഒരു കൊല്ലം നടത്തിയിരുന്നു. അതിനുശേഷം വാഗ്മിതം കുട്ടൻ ചാക്യാരുടെ ആദ്യ അവസാനത്തിൽ വാക്കിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ചടങ്ങുകളും നമ്മൾ ഈ വാർഷികത്തിന് ശേഷമുള്ള മാസത്തിൽ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതും നടപ്പിലില്ലാത്ത പ്രചാരത്തിലില്ലാത്ത പ്രബന്ധങ്ങളെയും ചമ്പുകൃതികളെയും കേന്ദ്രീകരിച്ചാണ് വാക്കിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നും കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നു.